രാജ്യസഭയിലേക്ക് എത്തേണ്ടത് പരിണിതപ്രജ്ഞരായ നേതാക്കളാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി. മത്സര സാധ്യതയില്ലാത്ത ശബ്ദമാണ് ഉപരിസഭയിലെത്തേണ്ടത്. ജനറൽ സെക്രട്ടറി ആവാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട്. പാർട്ടിയിൽ ആരും ആഗ്രഹിക്കുന്ന പദവിയാണത്. UDF അധികാരത്തിലെത്തുമ്പോൾ പിണറായി വിജയനെതിരായ കേസുകൾ ഒത്തുതീർപ്പാക്കരുത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും അറസ്റ്റിലാകുമെന്നും കെ.എം. ഷാജി റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാജ്യസഭയുടെ ഈ അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ ഏറ്റവും പരിണിതപ്രജ്ഞരായ ആളുകൾ പക്ഷേ ഒരു കണ്ടസ്റ്റ് ചെയ്തിട്ടൊക്കെ പിന്നെ അവർ ഈ രാഷ്ട്രീയത്തിൻ്റെ കളികൾക്കിടയിൽ ജയിച്ചു വരാനൊന്നും വലിയ സാധ്യതകളില്ലാത്ത ആളുകൾ, എന്നാൽ അവരെ രാജ്യത്തിന് ആവശ്യമുണ്ട്. എനിക്ക് പാർട്ടി സെക്രട്ടറി ആവുക നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ 1000 വട്ടം ഞാൻ പറയും ഉണ്ടെന്ന്. കാരണം എന്താ അറിയോ, ഇല്ല എന്ന് പറയുന്നത് കള്ളത്തരാണ്. ഒരു സംശയമില്ലാതെ മുഖ്യമന്ത്രിയുടെ മകള് അറസ്റ്റിൽ വഴങ്ങേണ്ടി വരും. കാരണം അത്ര വലിയ തെളിവുകൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തണമല്ലോ. മകളിലേക്ക് എത്തിയാൽ പിന്നെ മുഖ്യമന്ത്രി ഇനി അതിൻ്റെ അപ്പുറത്ത് എവിടെ എത്തേണ്ടത്? തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് പുതിയ അധികാരങ്ങളും സൗകര്യങ്ങളും വരുമ്പോൾ അപ്പോൾ തട്ടിക്കൂട്ടുന്ന ഒരു തരത്തിലുള്ള കോംപ്രമൈസുകൾ, ഈ അധികാരം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ പണം അവർക്ക് അധികാരം ഇല്ലാതായി പോകുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതല്ല, തിരിച്ചു പിടിക്കാനുള്ളതാണ്. വിവരങ്ങളുമായി അഷ്കർ അലിയും ഒപ്പം VS രഞ്ജിത്തും നമുക്കൊപ്പമുണ്ട്. ആദ്യം അഷ്കർ അലിയിലേക്ക്. അഷ്കർ അലി, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാജ്യസഭയിലേക്ക് പലരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ജൂൺ 4-ാം തീയതിയുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചിരിക്കുമല്ലോ അന്തിമ തീരുമാനം. PK കുഞ്ഞാലിക്കുട്ടി മത്സരരംഗത്തില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒടുവിൽ PK കുഞ്ഞാലിക്കുട്ടി സ്വയം സമ്മർദ്ദം ചെലുത്തുമോ, മറ്റുള്ളവർ PK കുഞ്ഞാലിക്കുട്ടിയെ സമ്മർദ്ദം ചെലുത്തുമോ എന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ച. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രാഥമിക ലിസ്റ്റിൽ ആരൊക്കെ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരൊക്കെയാണ് അഷ്കർ ഉള്ളത്? അരുൺകുമാർ, യൂത്ത് ലീഗിന്റെ ദേശീയ പ്രസിഡന്റ് ഫൈസൽ ബാബു, അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ്, ഈ രണ്ട് പേരുകളിലാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി ഫൈസൽ ബാബു, അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PK ഫിറോസും, ഈ രണ്ട് പേരുകളാണ് ഏറെക്കുറെ ചർച്ചകളൊക്കെ തന്നെ മുട്ടി നിൽക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള ഹാരിസ് ബീരാൻ, ഈ ഹാരിസ് ബീരാന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഫിറോസിലേക്കും ഫൈസൽ ബാബുവിലേക്കും ഒക്കെ ചർച്ചകൾ കുറച്ചുകൂടി കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം അത്രത്തോളം യൂത്ത് ലീഗിന്റെ സമ്മർദ്ദം ഈ ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു സീറ്റ് വേണമെന്നുള്ള ആവശ്യമായി യൂത്ത് ലീഗിന്റെ പ്രതിനിധികളൊക്കെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നേരിൽ കണ്ടിരുന്നു. പക്ഷേ ഒരു തലമുറ മാറ്റം അവിടെ സംഭവിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, സിറ്റിംഗ് MP-മാർക്ക് വീണ്ടും മണ്ഡലമാറി മത്സരിക്കാൻ അവസരമാണ് ലീഗിന് നേതൃത്വം കൊടുത്തത്. പക്ഷേ ഈ വരുന്ന രാജ്യസഭാ സീറ്റിലേക്കെങ്കിലും അതിൽ നിന്നും പരിഗണന മാറണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയും ദേശീയ കമ്മിറ്റിയും ഒക്കെ നേതൃത്വത്തിൽ തങ്ങളുടെ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും അത്തരമൊരു തലമുറ മാറ്റത്തോട് വലിയ അനുകൂല നിലപാടാണുള്ളത്. സ്വാഭാവികമായും അത്തരമൊരു നിലപാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഫൈസൽ ബാബു, PK ഫിറോസ്, ഈ രണ്ടിലൊരു പേരിലേക്ക് മിക്കവാറും രാജ്യസഭാ സീറ്റിന്റെ സ്ഥാനാർത്ഥിത്വം ഒതുങ്ങുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ മറുഭാഗത്ത് നേരത്തെ PMA സലാം അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. PMA സലാമിന് ഇപ്പോഴും പരിഗണന ലിസ്റ്റിലുണ്ട്. പക്ഷേ PMA സലാം രാജ്യസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്നാണ് ലീഗിൽ തന്നെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. പക്ഷേ അങ്ങനെ PMA സലാമിനെ മാറ്റിയാൽ നിലവിലുള്ള ലീഗിന്റെ ഒരു അധികാര കേന്ദ്രീകരണമുണ്ട്, അത് ഒരു ഗ്രൂപ്പിൽ നിന്നും മറു ഗ്രൂപ്പിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക ചില നേതൃത്വത്തിലുണ്ട്. സ്വാഭാവികമായും അത്തരം ആശങ്കകൾ കൊണ്ട് തന്നെ PMA സലാമിന്റെ സാധ്യതകൾക്ക് അവിടെയാണ് മങ്ങലേൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KM ഷാജി അടക്കമുള്ള പല മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കും ഇത്തരത്തിൽ PMA സലാം രാജ്യസഭയിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെന്നുള്ള ആഗ്രഹം വ്യക്തമായുള്ള ആളുകളാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ PMA സലാമിനെ രാജ്യസഭയിലേക്ക് അയച്ച സെക്രട്ടറി സ്ഥാനം വിട്ടുകൊടുക്കുക എന്നുള്ള നിലപാടിലേക്ക് പക്ഷേ നിലവിലെ ഔദ്യോഗിക നേതൃത്വം എത്താൻ ഒരു നിമിഷം ഞാനൊന്ന് VS രഞ്ജിത്തിലേക്ക് കൂടി പോയി വരാം. VS രഞ്ജിത്ത്, KM ഷാജി ഇപ്പോൾ അഷ്കർ പറഞ്ഞതുപോലെ PMA സലാം രാജ്യസഭയിൽ എത്തേണ്ടത് KM ഷാജിയുടെ കൂടി ഒരു സ്വപ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് പരിണിതപ്രജ്ഞരായ നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത അല്ലെങ്കിൽ മത്സര സാധ്യത ഇല്ലാത്തവരെത്തണം എന്നൊക്കെ പറയുമ്പോൾ പരോക്ഷമായി പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ PMA സലാം പോകുന്ന ഒരു ഒഴിവിലേക്ക് താൻ കണ്ണു നട്ടിരിക്കുന്നു എന്നതാണോ? തീർച്ചയായിട്ടും KM ഷാജിയുടെ വാക്കുകളിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ഈ യൂത്തിന് പരിഗണന കൊടുക്കുക എന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റിലല്ല അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടത്, അവരൊക്കെ മത്സരിച്ച് വരട്ടെ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് PK ഫിറോസ് ആണെങ്കിലും ഫൈസൽ ബാബു ആണെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ലാത്ത ഒരാൾക്കാർ എന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനം ലീഗിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള യുവാക്കളല്ലല്ലോ രാജ്യസഭയിൽ എത്തേണ്ടത്. അവിടെ സീതാറാം യെച്ചൂരി, മൻമോഹൻ സിംഗിനെയൊക്കെ പോലുള്ള പരിണിതപ്രജ്ഞരായ ആൾക്കാർ വന്നിരിക്കുന്ന ഒരു സഭയിൽ അവിടെ എത്തേണ്ടത് പാർട്ടിക്കുള്ളിലുള്ള പരിണിതപ്രജ്ഞരായ ആളുകളാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ
സ്വാഭാവികമായിട്ടും ഈ യുവാക്കൾക്കല്ല ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMS സലാമിനെ പോലുള്ള ആൾക്കാർക്ക് അവസരം കൊടുത്താൽ ആ ജനറൽ സെക്രട്ടറി പോസ്റ്റ് ഒഴിയും. ജനറൽ സെക്രട്ടറി പോസ്റ്റ് ഒഴിയുമ്പോൾ അവിടെ MK മുനീർ അല്ലെങ്കിൽ KM ഷാജി എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ പക്ഷം മുന്നോട്ട് വെക്കുന്ന രണ്ട് പേരുകൾ. ഒന്നെങ്കിൽ MK മുനീറിനാണ് കൂടുതൽ ക്ലെയിം ഉള്ളത്, അല്ലെങ്കിൽ അത് KM ഷാജിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ PMS സലാമിനെ MP സ്ഥാനത്തേക്ക് രാജ്യസഭയിലേക്ക് അയക്കുക, അത് സമസ്തയിലെ ഒരു വിഭാഗം കൂടി ആവശ്യപ്പെട്ട കാര്യമാണ്. PMS സലാം ജനറൽ സെക്രട്ടറി ആയി തുടരുന്നതിന് സമസ്തയിലെ ഒരു വിഭാഗത്തിന് താല്പര്യമില്ല, സമസ്തയ്ക്കും താല്പര്യമില്ല. അപ്പോൾ സമസ്തയ്ക്ക് താല്പര്യമില്ലാത്ത PMS സലാമിനെ മാറ്റുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് അർഹമായിട്ടുള്ളൊരു സ്ഥാനം കൊടുക്കണം. അതിപ്പോൾ ഒഴിഞ്ഞു വരുന്ന രാജ്യസഭാ സീറ്റാണ്. അങ്ങനെ രാജ്യസഭാ സീറ്റിലേക്ക് PMS സലാമിനെ പരിഗണിക്കുകയാണെങ്കിൽ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് സ്വാഭാവികമായിട്ടും MK മുനീറോ KM ഷാജിയോ വരണം എന്നുള്ളൊരു ആവശ്യം ഉയരും. അങ്ങനെയാവുമ്പോൾ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് പേര് ഗ്രൂപ്പുകളിൽ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ പക്ഷത്തിൽ നിൽക്കുന്ന ഈ രണ്ട് പേരിൽ ഒരാളുടെ പേര് ഉയർന്നു വരുമെന്ന കാര്യം ഉറപ്പാണ്. അതാണ് KM ഷാജിയും സൂചിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിന് അദ്ദേഹം എതിർത്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ ആർക്ക് കൊടുക്കണമെന്നുള്ളത്. യുവാക്കൾ വരുന്നതിലും എതിർപ്പൊന്നുമില്ല. പക്ഷേ രാജ്യസഭയിലേക്ക് പോകേണ്ടത് പരിണിതപ്രജ്ഞരായിട്ടുള്ള രാജ്യം ആഗ്രഹിക്കുന്ന ശബ്ദമാണ് അവിടേക്ക് എത്തേണ്ടതെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് PMS സലാമിൻ്റെ പേര് തന്നെയായിരിക്കും. പകരം ജനറൽ സെക്രട്ടറി പോലുള്ള പദങ്ങൾ താനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് KM ഷാജി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അഷ്കർ അലിയും ഒപ്പം തന്നെ VS രഞ്ജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്.